ഈ വീഡിയോ നിങ്ങളെ നിരാശപ്പെടുത്താൻ സാധ്യതയില്ല. സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ അതീവ ഗൗരവമുള്ള സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളല്ല ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പക്ഷേ ഇത് തീർച്ചയായും നിങ്ങൾ മുഴുവനായും കാണണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണം, സാധാരണ ഞാൻ മിക്കവാറും ഒരു 24 മണിക്കൂറിൽ 16 മണിക്കൂറും ഞാൻ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും മാധ്യമ പ്രവർത്തകരോടൊക്കെ വലിയ ഇഷ്ടമാണ്. പലപ്പോഴും സിനിമാ താരങ്ങളൊന്നും നേരിട്ട് കാണണമെന്നോ അവരോട് സംസാരിക്കണമെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പല മാധ്യമ പ്രവർത്തകരോടുമൊക്കെ എനിക്ക് അത്തരത്തിലുള്ള ഒരു ആരാധനയോ അല്ലെങ്കിൽ ബഹുമാനമോ അവരെ കാണണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് പലപ്പോഴും എന്നോട് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിഥി രവി എന്ന് പറയുന്ന ഒരു സിനിമാ നടി തന്നെ ഒരു തവണ ഞാൻ ലിഫ്റ്റിൽ വെച്ച് ഇതുപോലെ വാർത്ത കേൾക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മോളിൽ കയറിയിട്ട് കേട്ടാൽ പോരെ ഈ വാർത്ത എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ മിക്കവാറും കാറിലാണെങ്കിലും ഇപ്പോൾ ലോങ് ഡ്രൈവുകളൊക്കെ പോകുമ്പോൾ ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും ഞാൻ മിക്കവാറും പാട്ടുകളേക്കാൾ കൂടുതൽ വാർത്തയൊക്കെ കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ വാർത്തകൾ കേൾക്കുമ്പോൾ മിക്കവാറും തന്നെ അത് വളരെ ഗൗരവമുള്ള സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കും. ഈ ചാനലിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഒന്നുകിൽ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന വലിയ തോതിൽ ജനങ്ങളോട് കാണിക്കുന്ന അക്രമങ്ങൾ, അല്ലെങ്കിൽ സോഹ്റാൻ മംദാനിയുടെ വിജയത്തിൻ്റെ പ്രത്യാഘാതം എന്താണ്, അല്ലെങ്കിൽ ഇവിടെ SIRൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡന കേസുകളോ കൊലപാതകങ്ങളോ ഇതൊക്കെ വരെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് പലപ്പോഴും ചർച്ച ചെയ്യുക. ഇതിനിടയിൽ വളരെ അപൂർവമായിട്ടാണ് രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ വീണ് കിട്ടുക. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ഗാന്ധിജിയാകാൻ പോയ, ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന, ഗാന്ധിയനായി തീർന്നിട്ടുള്ള രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഏതാണ്ട് സവർക്കറെ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ വളരെ മാസമായിട്ടാണ് അദ്ദേഹം അകത്തേക്ക് പോയത്. കാരണം പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്നു. പോലീസ് അദ്ദേഹത്തെ എന്തിനാണ് അറസ്റ്റ് ചെയ്യാൻ വന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം. കാരണം യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചുകൊണ്ട് ഇദ്ദേഹം 12ലധികം വീഡിയോകൾ ചെയ്തു. ആ വീഡിയോകളിൽ പലതും തന്നെ ഈ അതിജീവിത എന്ന് വിളിക്കുന്ന ആളുകളെ അപമാനിക്കുന്ന, അപഹസിക്കുന്ന രീതിയിലുള്ള വീഡിയോകളായിരുന്നു. അതുകൂടാതെ അദ്ദേഹം ചില ചാനൽ ചർച്ചകളിലുമൊക്കെ വന്നിരുന്നിട്ട് ഈ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്നും യഥാർത്ഥത്തിൽ ഭർത്താവിനെയും കാമുകനെയും ഒരുപോലെ വഞ്ചിച്ചതാണെന്നും ഒക്കെയുള്ള പല വൺ ഡയലോഗൊക്കെ അങ്ങോട്ട് തട്ടിവിട്ടു. അപ്പോൾ തട്ടിവിട്ടതിന് ശേഷം പോലീസ് വീട്ടിൽ വന്ന് മുട്ടി വിളിച്ചപ്പോൾ ഇദ്ദേഹം നേരെ ക്യാമറയിൽ എടുത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാ പേടിപ്പിക്കാനാണ്, ഒരു പുല്ല് സംഭവിക്കില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. കൂടാതെ അദ്ദേഹം മണ്ടറാണോ അതോ മണ്ടറായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് നമുക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലായി വെറും മണ്ടറാണെന്ന്, വെറും വേട്ടാവളിയിലാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹം ഒരു ലാപ്ടോപ്പ് ഒളിച്ചു വെക്കുന്നതിന് വീഡിയോ ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു തിരികെ വന്നില്ലെങ്കിൽ ഇത് പുറത്തു വിടണമെന്നാണ്. അത് പുറത്തു വിട്ടതുകൊണ്ട് പിന്നെ പോലീസുകാർക്ക് വലിയ തോതിൽ അന്വേഷിക്കേണ്ടി വന്നില്ല ലാപ്ടോപ്പ് കണ്ടത്. അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോഴേക്കും ഇദ്ദേഹം പറഞ്ഞത് പുരുഷ കമ്മീഷൻ വേണം, അതില്ലാതെ ഞാൻ എന്ത് ചെയ്യില്ല, ഒരു വിധത്തിലും ഞാൻ പഴങ്ങില്ല, ഞാൻ ഇനിയും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യും, അതുകൊണ്ട് പുരുഷ കമ്മീഷൻ ഇല്ലാതെ വേണമെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം കിട്ടാത്തതുകൊണ്ട് ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ അദ്ദേഹം തിരികെ വരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് കേട്ടിട്ട് ഭയങ്കരമായി നമുക്ക് എല്ലാവർക്കും ചിരി വന്നു. പക്ഷെ അദ്ദേഹം വളരെ ഗൗരവത്തിലാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു ഇന്നർ വെയറിൻ്റെയൊക്കെ എലാസ്റ്റിക് അദ്ദേഹം മുകളിൽ കെട്ടുകയും അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ വലിയ ഗീർവാടകൾ അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ജയിലിലൊക്കെ പോയി. ജയിലിൽ പോയി ഒരു ദിവസം കഴിഞ്ഞു, അന്നേരം വലിയ വാശിയായിരുന്നു. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും കൊതുകടിയൊക്കെ സഹിക്കാൻ വയ്യാതെ അവിടെയുള്ള ഭക്ഷണം പുള്ളി കഴിക്കണ്ടായില്ല, പുള്ളി നിരാഹാരം പ്രഖ്യാപിച്ചു. അതായത് വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി നിരാഹാരം പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ പുള്ളി രാവിലെ എഴുന്നേറ്റ് പറയുന്നത് എനിക്ക് വിശക്കണു എന്നാണ്. എനിക്ക് വിശക്കണു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കഥാപാത്രത്തെ ഓർമ്മയുണ്ടാവും. മറ്റേ കിലുക്കം സിനിമയിലെ ഇന്നസെൻ്റ് എന്ന് അവതരിപ്പിച്ച കിട്ടുണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രം. അത് മറ്റേ വലിയ വായിൽ മത്തങ്ങ തലയാന്നൊക്കെ വിളിച്ചിട്ട് തിലകനെ വിളിച്ചിട്ട് പോകുന്ന രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വിശക്കണു എന്നാണ് പറയുന്നത്. അപ്പോൾ തിലകൻ ചോദിക്കുന്നുണ്ട് വരുമ്പോൾ തന്നെ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം കാറിൽ വരുമെന്നാണല്ലോ പറഞ്ഞത്, ആ കാർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ലെന്നാണ്. ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഓർമ്മയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇന്ന് കോടതിയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഈ അതിജീവിതയെ അപമാനിക്കുന്നതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഞങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം പറഞ്ഞേക്കുന്ന അടുത്ത ഏറ്റവും വലിയ വാചകം ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ശിഷ്യനാണ്. സ്വാതന്ത്ര്യ സമരം നടത്താൻ പോവാണ് പുരുഷന്മാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് ജയിലിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ സ്വാതന്ത്ര്യ സമരം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല. പകരം അദ്ദേഹം സവർക്കറുടെ ആരാധകനായി മാറിയിരിക്കുന്നു. മാപ്പപേക്ഷ എഴുതി കൊടുത്തുകൊണ്ട് വീണ്ടും ഇനി ഈ പരിപാടി തന്നെ പുറത്തേക്ക് വന്നിട്ട് തുടരൂ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ മഹാത്മാഗാന്ധി ഇദ്ദേഹവുമായിട്ട് വലിയൊരു സാമ്യം കൂടിയുണ്ട്. കാരണം
മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച്, ഞാൻ വിശദാംശങ്ങളൊന്നും പറയേണ്ടതില്ല, നിങ്ങൾക്കെല്ലാം അറിയാം, കാരണം കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് മാത്രം ട്രെയിനിൽ സഞ്ചരിക്കാവുന്ന ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ടും അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരനെ ചവിട്ടി പുറത്തേക്കിടുന്നത് കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായത്. അതിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചപ്പോഴാണ്. പക്ഷേ നമ്മുടെ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായതും സിബ് സവാദ് എന്നറിയപ്പെടുന്ന ഒരുത്തരുണ്ട്. ആ സവാദ് എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ബസ്സിൽ കയറുക, എന്നിട്ട് അടുത്തിരിക്കുന്ന സ്ത്രീകളെ സിബൂരി കാണിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ വിനോദം. അപ്പോൾ പുള്ളി അത്തരത്തിലുള്ള വിനോദം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ പെർമിറ്റ് ചെയ്യാത്തതുകൊണ്ട്, ആ വിനോദമൊക്കെ അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട്, ഒളിമ്പിക്സിലെ മത്സരമല്ലാത്തതുകൊണ്ട് നേരെ ഇവനെ പൊക്കിയെടുത്ത് പോലീസ് അകത്തിട്ടു. പോലീസ് അകത്തിട്ടതിന് ശേഷം ഇവൻ ജയിലിൽ കുറച്ച് നാൾ ഗോതമ്പുണ്ട എന്ന് കഴിഞ്ഞു. ആ ഗോതമ്പുണ്ട എല്ലാം ചപ്പാത്തി എന്ന് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഗോതമ്പുണ്ട പരിഷ്കരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം ചപ്പാത്തി എന്ന് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ മാലയിട്ട് സ്വീകരിക്കുന്നതാണ് നമുക്ക് കണ്ടത്. മാലയിട്ട് സ്വീകരണം കഴിഞ്ഞ് അതേ മാലയിട്ട് അവൻ അടുത്ത ബസ്സിൽ കയറി വീണ്ടും അടുത്ത പെൺകുട്ടിയെ കാണിച്ചതിന് വീണ്ടും അറസ്റ്റിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സിബ് സവാദാണ് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വറിൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കിയത്. അതിനുശേഷം പിന്നെ രാഹുൽ ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഏത് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാലും ആ പെൺകുട്ടികൾ മോശക്കാരാണെന്ന് ഇദ്ദേഹം ആദ്യമേ തന്നെ വിധി എഴുതുകയും ഈ പീഡിപ്പിച്ചു എന്ന് ആരോപിക്കപ്പെടുന്നവൻ വളരെ ഡീസൻ്റ് ആണ്, അവൻ ഒരു കാരണവശാലും പീഡിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യും. അത് തന്നെ പണമുള്ളവരായിരിക്കണം, അല്ലാതെ തീരെ പണമില്ലാത്ത ഇപ്പോൾ സവാദിനെ പോലെയുള്ള ആളുകൾ മാത്രമേ പുള്ളി പിന്തുണച്ചിട്ടുള്ളൂ. പക്ഷേ അതിനുവേണ്ടി എന്തായാലും ചാനലിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പുള്ളി ഘോരഘോരം ഇറങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം തൽക്കാലം പുള്ളി എന്ത് ചെയ്തിരിക്കുന്നു, അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. ഏതാണ്ട് സവർക്കറൊക്കെ മാപ്പെഴുതി കൊടുത്തതുപോലെ ഇപ്പം ജയ്യോ ലേലു അല്ലു മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഏതെങ്കിലും വീഡിയോയിൽ ഇത്തരത്തിലുള്ള കുഴപ്പം കാണിച്ചാൽ ഞങ്ങൾ ടേക്ക് ഡൗൺ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം. ഇനി അടുത്തൊരു രംഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ച മറ്റൊരു വിചിത്രമായ കഥ കൂടിയാണ്. അതുകൂടി കേട്ടാലേ അത് പൂർണ്ണമാവുള്ളൂ. കാരണം ഈ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിയെ അപമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് വളരെ മര്യാദകൾ കാണിച്ചിട്ടുള്ള, പോക്കൃത്തരം കാണിച്ചിട്ടുള്ള രാഹുൽ ഈശ്വറിന് ഇന്ന് നോട്ട് ടു അറസ്റ്റ് കിട്ടി എന്ന, രാഹുൽ മാങ്കൂട്ടത്തിൽ നോട്ട് ടു അറസ്റ്റ് കിട്ടി. അതായത് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യേണ്ടതില്ല, പക്ഷെ പുള്ളിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല, കാരണം വേറൊരു കേസ് കൂടിയുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. നമുക്കറിയാലോ, ബാംഗ്ലൂരിൽ 23 വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടി കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് എപ്പോൾ വേണമെങ്കിലും. അതിലാണെങ്കിൽ ഇന്ന് വീണ്ടും ജാമ്യം അനുവദിച്ചപ്പോൾ, ഈ പറയുന്ന പോലെ മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോൾ കോടതി കൊടുത്തിട്ടില്ല, നോട്ട് ടു അറസ്റ്റും കൊടുത്തില്ല. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തേക്ക് വരാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഈ രാഹുൽ ഈശ്വർ പെട്ട കേസിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ നോട്ട് ടു അറസ്റ്റ് കിട്ടുകയും അദ്ദേഹത്തിൻ്റെ അനുകൂലിയായി പുറത്തേക്ക് വരാൻ നിന്നിട്ടുള്ള രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയും ഇന്ന് ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വലിയ ത്യാഗമാണ് രാഹുൽ ഈശ്വർ ചെയ്തേക്കുന്നത്. കാരണം അതിനുവേണ്ടി അദ്ദേഹം പകരക്കാരനായി ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റേ രാഹുൽ ഈശ്വറിനാണെങ്കിൽ തൽക്കാലത്തേക്ക് അതിൻ്റെ പേരിലെങ്കിലും നോട്ട് ടു അറസ്റ്റും കിട്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു വാദം കൂടി വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വറിന് സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, MLA സീറ്റ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരി വന്നു. കാരണം MLA സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഒരു കൊല്ലം കറക്റ്റ് തേക്കാൻ പറ്റിയില്ല. ഒരു കൊല്ലം തേക്കുന്നതിന് മുമ്പ് തന്നെ MLA ഓഫീസ് പൊട്ടി ഓട്ടത്തിലാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം സീറ്റ് പോലും ഇനി അടുത്തോടെ കിട്ടൂലെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ പറ്റൂലെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കും കേട്ടാണ് പാവം രാഹുൽ ഈശ്വരി പണിക്കിറങ്ങിയതെങ്കിൽ യഥാർത്ഥത്തിൽ മണ്ടറല്ല, തിരുവണ്ടരാണ് എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെങ്കിലും ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇതുപോലെ നിരവധി തലവേദനകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ പോലീസ് വന്നു കഴിയുമ്പോൾ പേടിപ്പിക്കാനാണെന്നും പിന്നെ സ്വന്തം ലാപ്ടോപ്പ് ഒളിപ്പിച്ചു വെക്കുന്നതിന് വീഡിയോ എടുത്ത് അത് തന്നെ പുറത്തു വിട്ടത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതൊന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ലാപ്ടോപ്പുകളിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള സംഭാഷണങ്ങളുണ്ടോ, മറ്റു കാര്യങ്ങൾ കൂടി വിശദാംശങ്ങൾ പറയാനുണ്ടോ, ഇരയുടെ ഫോട്ടോയും ബാക്കിയുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് കൂടുതൽ വലിയ തലവേദനകളായി പറയും. രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള ജഡ്ജിമാരും ഒക്കെ തന്നെ വാർത്തകൾ കാണുകയും മാധ്യമങ്ങൾ വായിക്കുകയും താങ്കളുടെ ഈ കോമാളിത്തരം കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുകളാണ്. അതുകൊണ്ട് ഇത് ഒരു പാഠമായിരിക്കട്ടെ എല്ലാവർക്കും. അല്ലാതെ ജയിലിലേക്ക് നെഞ്ചും പിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ജയിൽ മേറ്റ്സൊക്കെ ആയിട്ടുള്ള കമ്പനിയൊക്കെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് എല്ലാ വാക്കുകളിൽ നിന്നും രാഹുൽ ഈശ്വർ പിൻവാങ്ങിയിരിക്കുന്നു. ഒരു കോമഡി ഷോ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ട്രാജഡിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.